ക്രൂശിത വഴിയിലൂടെ 10-ാം ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 38-ാം തിരുവചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നാം പാവിനിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. അവൾ ഈശോ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് അവളുടെ കണ്ണുനീർ കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുറച്ച് ചുംബിച്ചു, സുഗന്ധ തൈലം പൂശി. അനുതാപത്തോടു കൂടിയുള്ള അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശു അവളെ നോക്കി അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. വീണ്ടും നാം സുവിശേഷത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും, വിശുദ്ധ പത്രോസ്. അവൻ പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല കർത്താവേ എന്ന്. എന്നാൽ പത്രോസും ഈശോയെ തള്ളിപ്പറഞ്ഞു. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്ന ഈശോയുടെ വാക്കോർത്ത് അവൻ മനംനൊന്ത് കരഞ്ഞു. ആ കരച്ചിൽ ഈശോ കണ്ടു. അവൻ്റെ പാവങ്ങൾ മോചിക്കപ്പെട്ടു. ഈ 2 സ്ഥലത്തും അനുതാപത്തോടു കൂടി കരഞ്ഞപ്പോൾ ഈശോ പാവങ്ങൾ മോചിക്കുന്നതായാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാവങ്ങൾ മോചിക്കപ്പെടില്ലേ? ഈ നോമ്പുകാലത്ത് നമുക്ക് അനുതാപമുള്ളവരാകാം. അനുദപിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് അറിയാം. അങ്ങനെ നഷ്ടപ്പെട്ട ആ ദൈവകൃപയെ വീണ്ടും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കട്ടെ. രക്ഷയിലേക്ക് നയിക്കുന്ന അനുതാപക്കണ്ണിൽ പൊഴിക്കുന്നതാകട്ടെ ഈ നോമ്പുകാലം. ഒരു കാരണം കൊണ്ടും അത് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഒരു പ്രവൃത്തിയും അതിന് കാരണമാകുന്നില്ല എങ്കിൽ നമുക്ക് ക്രൂശിതനായ യേശുവിലേക്ക് നോക്കാം. യേശുവിൻ്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കുക. എന്തിൻ്റെ പേരിലാണ് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടത്? നമ്മുടെ എല്ലാം പാവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈശോ തമ്പുരാൻ കുരിശിൽ മരിച്ചത്. ആ കുരിശിലേക്ക് നോക്കി നമുക്ക് ഈ നോമ്പുകാലത്ത് കൂടുതൽ അനുതാപമുള്ളവരാകാം. അനുതാപ കണ്ണുനീർ പൊഴിക്കാം. പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുദപിച്ച് പാവങ്ങൾ മോചിച്ച് കാൽവരിയിലേക്കുള്ള യാത്രയിൽ നമുക്കും ഈശോയുടെ കൂടെ ആയിരിക്കാം. സ്തുതിയായിരിക്കട്ടെ.